ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജീസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണയെ കൊല്ലാൻ വന്ന ഗുണ്ടകൾ ഇപ്പോൾ സച്ചിയെയും അർച്ചനയും ഭീഷണിപ്പെടുത്തി കാറിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പോയി ആ കാറ് പോയതിന് തൊട്ട് പിറകെ തന്നെ ഒരു സർപ്പം അവിടെ ആ റോഡിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അടങ്ങിയിരുന്നോണം, ഇല്ലെങ്കിൽ ഞാൻ തട്ടിക്കളയും. മര്യാദയ്ക്ക് ആ ഓട്ടോയുടെ പിന്നാലെ പോകാൻ നോക്ക്. അങ്ങനെ ഇപ്പോൾ ആ ഓട്ടോയെ ഓവർടേക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് സച്ചിയുടെ കാറ്. അങ്ങനെ ഇപ്പോൾ കാറിൽ നിന്ന് അവർ ഇറങ്ങുന്നുണ്ട്. മോളിക്കുട്ടിയും കൃഷ്ണയും ഇപ്പോൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നു. അവർ വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കൃഷ്ണയെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ സച്ചി അവരെ തടയുന്നുണ്ട്. അങ്ങനെ സച്ചിയുമായി ആ ഗുണ്ടകൾ തർക്കത്തിലേർപ്പെടുന്നു. ഈ സമയത്താണ് നവീൻ അവിടേക്ക് എത്തുന്നത്. നവീൻ അവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന്. അങ്ങനെ നവീനെയും അവർ ഭീഷണിപ്പെടുത്തുന്നു, കത്തി കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ട് നവീൻ ഇപ്പോൾ നവീൻ്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഗുണ്ടകൾ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ നവീൻ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടനല്ലേ, സച്ചിയേട്ടൻ എന്നെ മനസ്സിലായില്ലേ, ഞാൻ നവീനാണ് എന്നൊക്കെ ഇങ്ങനെ നവീൻ പറയുമ്പോൾ സച്ചി പറയുന്നു, ഇപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ ഇവിടെ ഫാമിലിയുമായി പൂജയ്ക്ക് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ടല്ല, ഞാനിവിടെ ഓട്ടത്തിന് വന്നതാണെന്ന്. ഇത് കണ്ട് അർച്ചന അങ്ങോട്ട് കുറച്ച് മാറുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നാളായി ടാക്സിയാണ് ഓടിക്കുന്നതെന്ന് പറയുന്നുണ്ട് സച്ചിയേട്ടന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി എന്ന് എനിക്കറിയാം എന്ന് നവീൻ പറയുമ്പോൾ, ജീവിതമല്ലേ നവീനെ, അപ്പോൾ പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകണം എന്ന് സച്ചി പറയുമ്പോൾ, എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന്. ഉടനെ നവീൻ പറയുന്നുണ്ട്, നന്നായി പോകുന്നു, ഞാനിവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് കൃഷ്ണ ഇപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഗാഥയാണെന്ന് വിചാരിച്ചാണ് കൃഷ്ണ ഇപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇതെൻ്റെ ഭാര്യയാണ് എന്ന് കൃഷ്ണയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നവീൻ. അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നവീൻ മോളിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഈ രാത്രി നിങ്ങൾ ഓട്ടോയും എടുത്ത് എവിടേക്ക് പോയതാണ് എന്ന്. ഞാൻ അമ്പലത്തിൽ വന്നതായിരുന്നു, അപ്പോഴാണ് ഗാഥാമഠത്തെ കണ്ടത്. ഗാഥാമഠത്തിന് ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ മോളിക്കുട്ടി പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗാഥയാണെന്ന് കരുതി കൃഷ്ണയെ വിളിച്ചുകൊണ്ട് നവീൻ ഇപ്പോൾ പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നവീൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാണിക്കുഞ്ഞിനെ മോളിക്കുട്ടിയുടെ കൂട്ടത്തിൽ പറഞ്ഞു വിടുന്നുണ്ട്. ഓട്ടോയിൽ അർച്ചനയും സച്ചിയും അവർ കാറിൽ അവരും പോകുന്നു. എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും അർച്ചന എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ, അതെൻ്റെ മരണത്തിന് തുല്യമാണ്. ഞാൻ ഇനി എന്തിനാ ദൈവമേ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് സച്ചി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അർച്ചനയെ ഒന്ന് തിരിഞ്ഞ് നോക്കുകയും ചെയ്യുന്നുണ്ട്. അർച്ചന സീറ്റിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. കാറിൻ്റെ പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഓരോന്ന് നമുക്ക് ആലോചിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ സച്ചി വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കരയുകയാണ്. ഇത് കണ്ടിട്ട് അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അർച്ചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സച്ചിയേട്ടാ, ആ മനസ്സിടറുന്നത് ഞാൻ അറിയുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് കുറച്ച് സമയം എല്ലാം ഇട്ടെറിഞ്ഞ് സച്ചിയുടെ അരികിലേക്ക് ഞാൻ എത്തും. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ അർച്ചന ഇപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ വണ്ടി നിർത്തിയത്, നമുക്ക് പോകാം എന്ന് പറയുന്നു. അങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് സച്ചി ഇങ്ങനെ വന്ന് അർച്ചനയോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് തിരിച്ചു പോകണം, ഗോകുൽ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും എന്ന് അർച്ചന പറയുമ്പോൾ, പ്ലീസ് അർച്ചന, എന്നോടൊന്ന് സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയും. ഞാൻ നിങ്ങളുടെ അർച്ചനയല്ല, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ അർച്ചനയല്ല എന്ന്, ഞാൻ സമൃദ്ധയാണ്, ഒന്ന് വണ്ടി എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സച്ചി വണ്ടി ഓടിക്കുകയാണ്. വണ്ടി നല്ല സ്പീഡിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഉടനെ ഇപ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് ഭയമില്ല സച്ചിയേട്ടാ, ഞാൻ ഏറ്റവും കൂടുതൽ സുരക്ഷിതയായിരിക്കുന്നത് എൻ്റെ സച്ചിയേട്ടൻ്റെ കൂടെയാണ്, അതെനിക്കറിയാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന സമയം തന്നെ സച്ചി പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തുന്നു. ഉടനെ അർച്ചന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തിനാ വീണ്ടും വണ്ടി നിർത്തിയത് എന്നിങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ, വഴി തെറ്റി, റോഡ് അവസാനിച്ചു എന്ന് സച്ചി പറയുന്നു. അങ്ങനെ വീണ്ടും വണ്ടി തിരിക്കുന്നുണ്ട് സച്ചി. ഈ സമയം തന്നെ നവീനും കൃഷ്ണയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആ വഴി വലത്തേക്ക് ആണ് പോകേണ്ടത് എന്നിങ്ങനെ കൃഷ്ണ ഇപ്പോൾ നവീന് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ നവീൻ ആ വഴി കാർ എടുക്കുന്നില്ല, തൊട്ടിപ്പുറത്തെ വഴിയിലൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ കൃഷ്ണ പറയുന്നുണ്ട്, നമുക്ക് വഴി തെറ്റി, ഇവിടെ അല്ല അങ്ങോട്ടേക്ക്. അപ്പോൾ ഉടനെ നവീൻ പറയുന്നുണ്ട്, സാരമില്ല, നമുക്ക് ചുറ്റിക്കറങ്ങി പോകാം, ഈ ഒരു രാത്രി മുഴുവൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നവീൻ. അങ്ങനെ ഇപ്പോൾ അവർ യാത്ര തുടരുകയാണ്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ മോളിക്കുട്ടിയും മാണിക്കുഞ്ഞിനെയുമാണ്. മാണിക്കുഞ്ഞ് ഇങ്ങനെ മോളിക്കുട്ടിയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് ഓട്ടോറിക്ഷ തന്നെയാണോ, ഇതിന് തീരെ സ്പീഡില്ലല്ലോ, ഇതിലും ഭേദം നടന്നു പോകുന്നതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. മര്യാദയ്ക്ക് നാവടക്ക് മിണ്ടാതിരുന്നോണം, ഇതെൻ്റെ ഓട്ടോയാണ്, ഇത് സ്പീഡിൽ ഓടിക്കണോ പതിയെ ഓടിക്കണോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ മോളിക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ വഴക്കടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഓട്ടോറിക്ഷയിൽ.
ശേഷം വീണ്ടും ഇപ്പോൾ അർച്ചനയും സച്ചിയുമാണ് കാണിക്കുന്നത്. അർച്ചന പറയുന്നുണ്ട് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അല്ലെങ്കിലും എൻ്റെ വഴിയും വഴികാട്ടിയും എല്ലാം അർച്ചനയായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് അർച്ചന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പെട്ടെന്നുള്ള ഒരു വിവാഹം, പക്ഷേ അതിനുശേഷം എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. എൻ്റെയും നെല്ലിശ്ശേരി വീടിൻ്റെ വിളക്കായി അവൾ മാറി. അങ്ങനെ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട്. അർച്ചനയ്ക്ക് ഓർമ്മ വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് കരുതിയാണ് അർച്ചനയോട് ഇതെല്ലാം സച്ചി ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. എന്നാൽ അർച്ചനയ്ക്ക് ഓർമ്മയുണ്ടെന്നുള്ള കാര്യം സച്ചിക്ക് അറിയില്ല. ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ച് കണ്ണീരോടെ തന്നെ ഇരിക്കുന്നുണ്ട് അർച്ചന. നെല്ലിശ്ശേരി സേതുമാധവൻ എന്നൊരാളുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ. സ്വന്തം മക്കളെക്കാൾ മരുമക്കളെ പൊന്നുപോലെ സ്നേഹിച്ച ഒരച്ഛൻ. ആ മുഖം മറക്കാൻ നിനക്ക് എങ്ങനെയാണ് സാധിച്ചത് എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ്റെ ഭാര്യയായിട്ടല്ലാതെ ഇന്ന് വരെ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കുകയുമില്ല. പക്ഷേ എല്ലാം കലങ്ങി തെളിയാൻ കുറച്ച് സമയം എനിക്ക് വേണം. ഞാൻ തരുന്നത് വലിയ വേദനയാണെന്ന് എനിക്കറിയാം, പക്ഷേ കുറച്ച് നാൾ കൂടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. അർച്ചന പ്ലീസ്, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും താൻ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയേ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇപ്പോൾ അർച്ചനയുടെ കയ്യിലൊന്ന് തൊടുന്നു. അർച്ചന പെട്ടെന്ന് തന്നെ പുറകിലേക്ക് കൈ വലിക്കുന്നുണ്ട്. എന്താ ഈ കാണിക്കുന്നത്? ഞാൻ അർച്ചനയല്ലെന്ന് എത്ര പ്രാവശ്യം തന്നോട് പറയണം? എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചാൽ മതി എന്നൊക്കെ ഇപ്പോൾ അർച്ചന സച്ചിയോട് പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ടും അർച്ചന ഒന്നും പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ, ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ സച്ചി പിന്നീട് ഒന്നും സംസാരിക്കാതെ വണ്ടി എടുത്ത് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ കോടമഞ്ഞ് വീണിട്ടുണ്ട്, മുന്നോട്ട് പോകാൻ വണ്ടി എടുക്കാൻ സാധിക്കുന്നില്ല. ഉടനെ സച്ചി ഇപ്പോൾ അർച്ചനയോട് പറയുന്നത് കോടയാണ്, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇതേ സമയം ഇതുപോലെ തന്നെ ഒരു വഴിയരികിൽ വണ്ടി ഒതുക്കി നിൽക്കുന്നുണ്ട് നവീനും കൃഷ്ണയും. ദൈവം എന്നെ ഇതുപോലൊരു സാഹചര്യത്തിലാണല്ലോ കൊണ്ടെത്തിച്ചത് എന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ ഓരോന്നൊക്കെ സംസാരിച്ച് നവീനും കൃഷ്ണയും കൂടി സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ശേഷം വീണ്ടും സച്ചിയും അർച്ചനയുമാണ് കാണിക്കുന്നത്. അർച്ചനയാണെങ്കിൽ പുറകിലത്തെ ആ സീറ്റിലിരുന്ന് ഒന്ന് മയങ്ങുന്നുണ്ട്. കോട ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. അർച്ചന സാരി കൊണ്ടൊക്കെ പുതച്ചാണ് ഇരിക്കുന്നത്. ഇത് കണ്ട് സച്ചി ഇപ്പോൾ കാറിലിരുന്ന ഒരു ഷീറ്റ് എടുത്ത് അർച്ചനയെ പുതപ്പിക്കുന്നുണ്ട്. എന്നാൽ അർച്ചന ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. വേണമെങ്കിൽ അർച്ചനയെ എനിക്ക് ബലമായി വീട്ടിലേക്ക് കൊണ്ടുപോകാം, പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആരും അർച്ചനയെ കാണണ്ട. നിന്റെ സന്തോഷം മാത്രമേ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവരോടും ഞാൻ എന്താ പറയുക എന്നൊക്കെ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച് അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ സച്ചി. അർച്ചനയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഉറങ്ങുന്നത് പോലെ കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സച്ചിയെ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ നിമിഷം എനിക്ക് സച്ചിയേട്ടനോട് എല്ലാം തുറന്ന് പറയാം, പക്ഷേ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് സച്ചിയേട്ടൻ്റെ ജീവനാണ് എന്നൊക്കെ അർച്ചനയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈശ്വര, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചപ്പോൾ നീ അർച്ചനയെ എൻ്റെ മുന്നിൽ തന്നു, പക്ഷേ എന്തിനായിരുന്നു എന്നോട് ഇങ്ങനെയൊരു ചതി കാണിച്ചത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് സച്ചി. എല്ലാം കൈവിട്ട് പോകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചേ പറ്റൂ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അർച്ചനയും. ശേഷം ഇപ്പോൾ സമയം രാവിലെ ആയിട്ടുണ്ട്. ഗോകുൽ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ അർച്ചനയെ അവിടെയെങ്ങും കാണുന്നില്ല. വളരെയധികം ടെൻഷനോടെ അവിടെ എല്ലാം നോക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുൽ. ഇതേ സമയം തന്നെ അർച്ചനയും സച്ചിയും കൂടി കാറിൽ അവിടെ ആ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അർച്ചന പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നടന്നിട്ട് പിന്നെയും തിരിച്ചു വന്ന് സച്ചിയോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഇപ്പോൾ അർച്ചനയെ അന്വേഷിച്ച് ഗോകുൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴാണ് അർച്ചന അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഗോകുൽ കാണുന്നത്. താൻ ഈ രാവിലെ എവിടെ പോയിരുന്നു എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ചു നേരം അമ്പലനടയിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്, ഉറക്കം വന്നില്ല, അതുകൊണ്ട് അവിടെ ഇരിക്കാമെന്ന് കരുതി എന്ന് അർച്ചന പറയുമ്പോൾ ഗോകുൽ ചോദിക്കുന്നുണ്ട്, ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ. തന്നെ കാണാതെ ഞാൻ ആകെ ടെൻഷനായിപ്പോയി. എന്നെ വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി അമ്പലനടയിലോ ആൽത്തറയിലോ എവിടെയെങ്കിലും പോയി ഇരിക്കാമായിരുന്നു. പൂജയ്ക്ക് സമയമായി, വേഗം വന്ന് റെഡിയാകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോകുൽ മുകളിലേക്ക് റൂമിലേക്ക് പോകുന്നുണ്ട്. ശേഷം കളിക്കുന്ന ഗാഥയാണ്. ഗാഥ നവീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. നവീൻ ഇങ്ങോട്ടേക്ക് വരികയായിരിക്കും എന്ന് പറയുന്നുണ്ട് സിതാര. അങ്ങനെ ഇപ്പോൾ കൃഷ്ണ പോയ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. നവീൻ കൃഷ്ണയെ കാണാതെ നോക്കണം, അതെൻ്റെ ആവശ്യമാണ് എന്നൊക്കെ ഇങ്ങനെ ഗാഥ പറയുന്നുണ്ട്. നീ സമയം പോവുക, നീ പോയി റെഡിയാകുക എന്ന് പറഞ്ഞ് ഇപ്പോൾ സിതാര ഗാഥയെ പറഞ്ഞു വിടുന്ന ആ നിമിഷം തന്നെ ഇപ്പോൾ കൃഷ്ണയും കൂട്ടി നവീൻ സിതാരയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങോട്ടൊക്കെ പോയത് കൊണ്ട് തന്നെ ഗാഥ ഇപ്പോൾ നവീൻ കാണുന്നില്ല. അങ്ങനെ ഇപ്പോൾ നവീൻ കൃഷ്ണയും കൊണ്ട് വന്നത് കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് സിതാര. എന്താ മാഡം ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ഗാഥയും കൊണ്ട് വന്നത് കണ്ടിട്ടാണോ? ഇയാളെ എനിക്ക് ഇന്നലെ രാത്രിയിൽ വഴിയിൽ നിന്ന് കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നവീൻ. സമയം പോയി, ഞാൻ റെഡി ആയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് നവീൻ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം സിത്താര ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന്. അങ്ങനെ ഇപ്പോൾ കൃഷ്ണ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഗാഥ കൃഷ്ണയെ പിടിച്ചു വലിച്ച് സംസാരിക്കുന്നുണ്ട്. നിന്നോട് ആര് പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ എന്നൊക്കെ വളരെയധികം ദേഷ്യത്തോടെ ഇപ്പോൾ കൃഷ്ണയെ വഴക്കൊക്കെ പറയുകയാണ് ഗാഥ ഇപ്പോൾ വഴക്കൊക്കെ പറയുന്നത് കേട്ട് വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് കൃഷ്ണ. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.